ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഒരു യാത്ര പോവുക. അത് നമ്മുടെ കളിക്ക് ബസ്സിൽ. അതിനകത്ത് സെറ്റപ്പ് എന്ന് വെച്ചാൽ ലൈറ്റ് സെറ്റൊക്കെ സൂപ്പറാണ്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പാർട്ടി ചെയ്യാൻ പറ്റിയൊരു പാർട്ടി മൂഡ് തന്നെ അതിനകത്തുള്ള. എല്ലാവരും അതുപോലെ രാവിലെ തന്നെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എൻജോയ് ഒക്കെ ചെയ്ത് കളിച്ച് തിമ്മത്താടി അജ്ജ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം എത്തി. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മുടെ ഡെസ്റ്റിനേഷൻ തന്നെ എത്തി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വണ്ടർലായാണ്. വണ്ടർലായിൽ ചെന്നപ്പം തന്നെ നല്ല തിരക്ക്. അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടും പിന്നെ തിരക്കും. പിന്നെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് എങ്ങനെയോ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പുള്ളിയെ കണ്ടത് ഇല്ല, കുതിരയുടെ മണ്ടയ്ക്ക് റൈഡൊക്കെ ചെയ്യുന്നവർ വെക്കുന്ന തൊപ്പിയൊക്കെ വെച്ച്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നപ്പോഴത്തേക്ക് തലയിൽ നിറച്ച് ചെടി കിളിച്ച് കിടക്കുന്ന കണ്ട് ജൈൻറ്റ് വീൽ കണ്ടത്. ജൈൻറ്റ് വീൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ വണ്ടറിലെത്തിയൊരു ഫീൽ. പിന്നെ ഇനി ഇത് കാണണമെങ്കിൽ ഓച്ചറ് വൃശ്ചയത്തിനില്ല. പിന്നെ നമ്മൾ ഏകദേശം എല്ലാ റൈഡിലും എല്ലാത്തിനകത്തും കയറി എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു 5:45 ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങാനുള്ളതായിരുന്നു. അവിടുത്തെ ഫാനിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാട്ടോ. എല്ലാവർക്കും ഒരുപോലെ കാറ്റിറ്റാൻ പറ്റിയൊരു ഫാനായിരുന്നു അവിടുത്തെ. പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. കളിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സമയം തികയാത്തതുകൊണ്ട് നമ്മൾ ലോക്കറിൻ്റെ വാച്ചൊക്കെ അവരെ കൊണ്ടൊന്ന് തിരിച്ചേൽപ്പിച്ച് അപ്പോഴാണ് നമ്മൾ പറ്റിക്കുന്ന ഐസ്ക്രീം കണ്ടത്. കഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് സമയം തികയാത്തതുകൊണ്ട് നമ്മൾ നേരെ പോപ്കോൺ സെക്ഷനിലോട്ട് വിട്ട്. വണ്ടർലായി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചില്ലെങ്കിൽ മോശമല്ലേ. പിന്നെ ഒരു പോപ്കോണൊക്കെ മേടിച്ച് നേരെ വണ്ടിയുടെ അടുത്തോട്ട് വിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും നല്ല ശാന്തത. ഞാൻ വിചാരിച്ചു ഇങ്ങനെ റൈഡിലൊക്കെ കയറി എല്ലാവരും ക്ഷീണിച്ച് ആവശ്യമായിരിക്കുമായിരിക്കുന്നു. പക്ഷേ അത് എൻ്റെ വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു. ഒരു 5 മിനിറ്റിനുള്ളിൽ എല്ലാവരും വീണ്ടും ഓണായി. നല്ല അടിപൊളി പാട്ടൊക്കെ പാടി നമ്മുടെ സ്റ്റാഫ് അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് വേണ്ടി സർപ്രൈസ് വിരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗായക സംഘം തന്നെ അവിടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും വീണ്ടും എൻജോയിങ് ആയി. കാരണം ലാസ്റ്റ് നിമിഷമാണേ. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം യുവർ ഫോ.